ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ലേൺ ഇംഗ്ലീഷ് ഗ്രാമർ വിത്ത് മാധവ് മാഷ്. നമ്മൾ ഇന്ന് പറയുന്നത് യെസ് ഓർ നോ ക്വസ്റ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ പറഞ്ഞത് വേവേഡ് ക്വസ്റ്റിനെ കുറിച്ചാണ്. അതായത് WH തുടങ്ങുന്ന ചോദ്യങ്ങളെയാണ് വേവേഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സഹായക്രിയകളെ വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയാം. സഹായക്രിയകൾ പൊതുവെ 24 എണ്ണം, ബി രൂപങ്ങളായിട്ടുള്ള 5 എണ്ണം, ഈസ്, ഏം, ആറ്, വാസ്, വേറ്. ഡു രൂപങ്ങളായിട്ടുള്ള 3 എണ്ണം, ഡു, ഡസ്, ഡിഡ്. ഹാവ് രൂപങ്ങളായിട്ടുള്ള ഹാവ്, ഹാസ്, ഹാഡ്. അങ്ങനെ 3, 3, 6, 5, 11 പ്രൈമറി ഓക്സിലറി വെർബ്. ഇനി ഉള്ള 13 എണ്ണം മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയും, MODAL. അത് വില്ലേ, ഷാല്, മേ, ക്യാൻ. ഇതിൻ്റെ ഏട്ടന്മാരെ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള വുഡ്, ഷുഡ്, മൈറ്റ്, കുഡ്. അപ്പോൾ 8 എണ്ണമായി. മസ്റ്റ്, ഡയർ, നീഡ്, ഓട്ട് ടു, യൂസ്ഡ് ടു. ഇങ്ങനെ 5 എണ്ണം. മസ്റ്റ്, ഡയർ, നീഡ്, ഓട്ട് ടു, യൂസ്ഡ് ടു. അങ്ങനെ 5 എണ്ണം. അപ്പോൾ 8 ഉം 5 13 മോഡൽ ഓക്സിലിയറി വെർബ്. ഇവ വെച്ച് എഴുതുന്ന ചോദ്യങ്ങളെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയും. ബിക്കോസ് their answer is yes or no. Are you coming from Trichu? Yes or no. അങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പൊതുവെ വേവേഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം ഒരു കുറച്ചുകൂടി ദീർഘിച്ചതാണെങ്കിൽ ഇത് വളരെ ഷോർട്ടായിരിക്കും, ബ്രീഫായിരിക്കും. യെസ് ഓർ നോ എന്ന് പറയാം. അങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആരംഭിക്കുകയാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആരംഭിക്കുമ്പോൾ നമുക്ക് സിമ്പിൾ പ്രസന്റ് എന്ന് തുടങ്ങാം. സിമ്പിൾ പ്രസന്റൻസിലുള്ള ഒരു വാചകത്തിനാണ് ഞാൻ ആദ്യമായിട്ട് പാസീവ് ആക്കാൻ പോകുന്നത്. സിമ്പിൾ പ്രസന്റിലുള്ള ക്വസ്റ്റ്യൻ. സിമ്പിൾ പ്രസന്റൻസ് എങ്ങനെയാണ് തിരിച്ചറിയുക? അതിലെ വെർബ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് ഭാഗം ബേസ് ഫോമോ എസ് ഫോമോ ആകാം. പക്ഷെ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ചോദ്യവാക്ക് കിട്ടണം, സഹായക്രിയ കിട്ടണം. സഹായക്രിയ കിട്ടുക എങ്ങനെയാണ്? സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ പാസ്റ്റിലും അതിൻ്റെ സഹായക്രിയ കിട്ടണമെന്നുണ്ടെങ്കിൽ വെർബിനെ നമ്മൾ പൊളിക്കണം, സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഗോ എന്നുള്ളൊരു വെർബാണെങ്കിൽ അതിനെ വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ട് പറയാം. എങ്ങനെ? ഡു പ്ലസ് ഗോ ഈസ് ഈക്വൽ ടു ഗോ, ഡസ് പ്ലസ് ഗോ ഈസ് ഈക്വൽ ടു ഗോസ്, ഡിഡ് പ്ലസ് ഗോ ഈസ് ഈക്വൽ ടു വെൻറ്റ്. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് സഹായക്രിയ വെർബെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ, വാചകത്തിൽ സഹായക്രിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെർബിനെ പൊളിക്കാം. ഡു പ്ലസ് ഗോ ആണ് ഗോ എന്നുള്ളത്, ഡസ് പ്ലസ് ഗോ ആണ് ഗോസ് എന്ന് പറയുന്നത്, ഡിഡ് പ്ലസ് ഗോ ആണ് വെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെൻറ്റ് എന്നുള്ള വെർബ് ഉണ്ടെങ്കിൽ ആ വെൻറ്റ് എന്നുള്ള വെർബ് വാചകത്തിൻ്റെ സഹായക്രിയ കിട്ടണമെങ്കിൽ നമ്മൾ വെൻറ്റിനെ പൊളിക്കണം. ഡിഡ് പ്ലസ് ഗോ ആയി കഴിഞ്ഞാൽ വെൻറ്റായി. വെറും ഗോ എന്നാണെങ്കിലോ ഡു പ്ലസ് ഗോ എന്നാവും. ഇപ്പോൾ 2x = x + x എന്ന് എഴുതാം, അല്ലെങ്കിൽ 2x എന്ന് പറയാലോ. അതേപോലെ തന്നെ ഇങ്ങനെയാണ് മോഡൽ ഓക്സിലറി വെർബ് കണ്ടെത്തി പിടിക്കുക. ഈ സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ പാസ്റ്റിലും ഒഴിച്ചുള്ള മിക്കവാറും വാചകങ്ങളിൽ സഹായക്രിയ ആ വാചകത്തിൽ ഉണ്ടാവും. സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ പാസ്റ്റിലും നമ്മൾ സഹായക്രിയ വെർബ് എന്ന് പൊളിച്ച് എടുക്കണം. അങ്ങനെയാണ് സഹായക്രിയ കണ്ടെത്തുക. സഹായക്രിയ കിട്ടാതെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിൾ പ്രസന്റൻസും പ്രസന്റ് കണ്ടിന്യൂസും പ്രസന്റ് പെർഫെക്റ്റും ഉള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെയാണ് പറയാൻ പോകുന്നത്, പാസീവ് ആക്കാൻ പോകുന്നത്. അതോടുകൂടി ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാസീവ് കഴിഞ്ഞു. പിന്നെ പാസീവിൽ കാര്യമായിട്ടൊന്നും എടുക്കാൻ ഇല്ല. പിന്നെ എക്സെപ്ഷണലായിട്ട് അവിടെ ഇവിടെ ചില റയർ കേസുകൾ ഉണ്ടാവും. അതൊന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പാസീവ് ഇൻഫിനിറ്റീവ് ഉണ്ടാവുക, പിന്നെ ഇമ്പരേറ്റീവ് സെൻറ്റൻസിനെ പാസീവ് ആക്കാനൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഏജൻറ്റ് കഴിഞ്ഞിട്ട് ഏജൻറ്റിനോട് ബൈ യു എന്നുള്ളതൊക്കെ ചിലപ്പോൾ ടു യു എന്നൊക്കെ വെക്കേണ്ടി വരും. എല്ലായ്പ്പോഴും ബൈയിൽ അവസാനിക്കില്ല എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കാണും. ഇപ്പം നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പോവാം. ഇനി ഞാൻ ബോർഡിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. ബോർഡിലേക്ക് പോകാം. ഇതാ ആദ്യത്തെ വാചകം, ഡു യു റൈറ്റ് എ നോവൽ? നിങ്ങൾ ഒരു നോവൽ എഴുതുന്നുവോ? ഇതാ ഡു പ്ലസ് റൈറ്റ്. ഈ റൈറ്റ് എന്നുള്ളതിനെ പൊളിച്ചിട്ടാണ് നമ്മൾ ഡു എന്നുള്ള എടുത്തിട്ടുള്ളത്. അപ്പം എന്താ കാരണം വെച്ചാൽ എന്തിനാണ് ഡു എടുത്തത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഡു വേണം, സഹായക്രിയ വേണം. നിങ്ങളൊരു നോവൽ എഴുതുന്നുവോ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ? ഈസ്, ഏം, ആറ് പ്ലസ് V3 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ നമ്മുടെ അസർട്ടീവ് സെൻറ്റൻസിന്റെ പാസീവ് ആക്കുമ്പോൾ നമ്മൾ എഴുതുന്നുണ്ട്. അതിന് നമുക്ക് പാസീവ് ആക്കി എഴുതുമ്പോൾ എന്താ ചെയ്യുക? ഈസ്, ഏം, ആറ് ഏതാ സബ്ജക്റ്റ് വരിക?
ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് വരും. ഏതാ ഒബ്ജക്റ്റ്? ഇത് സബ്ജക്റ്റ്, ഇത് സബ്ജക്റ്റ്, ഇത് ഒബ്ജക്റ്റ്, ഇത് വെർബല്ലേ. അപ്പൊ ഈ ഒബ്ജക്റ്റിനെ സബ്ജക്ട്, പാസീവില് സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കി കൊണ്ടുവരണം. അതിനു മുമ്പ് സഹായകരെ വെക്കണം, എന്നാലേ യെസ് ഓർ നോഷൻ ആവുള്ളൂ. അപ്പൊ എ നോവൽ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് മുമ്പ് ഒരു സഹായകര എന്ന പ്രിൻസിപ്പിളിൽ നിന്ന് ഈസ് എം ആറ്, അതിൽ നിന്ന് എ നോവൽ ആയതുകൊണ്ട് ഈസ എം ആറ് വരിക, ഈസ് വരും. പ്ലസ് V3 വേണം. ഈസ് എ നോവൽ റിട്ടൺ ബൈ യു. ഒരു നോവൽ നിങ്ങളാൽ എഴുതപ്പെടുന്നുവോ? നിങ്ങളൊരു നോവൽ എഴുതുന്നുവോ? ഒരു നോവൽ നിങ്ങളാൽ എഴുതപ്പെടുന്നുവോ? എത്ര രസകരമായിട്ട് എഴുതാൻ പറ്റും. രണ്ടാമത്തെ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ നിയമം എന്താ? ആക്റ്റീവില് ഈസ് എം ആറ് പ്ലസ് ING ആണ്. ഈസ് ഹി റൈറ്റിംഗ് എ നോവൽ? അവൻ ഒരു നോവൽ എഴുതുകയാകുന്നുവോ? അതിന്റെ പാസീവ് എന്താ? ഈസ് എ നോവൽ ബീങ് റിട്ടൺ ബൈ ഹിം? ഒരു നോവൽ അവനാൽ എഴുതപ്പെടുകയാകുന്നുവോ? ഇതാ ഈസ് എം ആറ് പ്ലസ് ബീങ് പ്ലസ് V3 ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പാസീവ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് ഈസ് ഓർ എം ഓർ ആർ പ്ലസ് V3 ആണ്. സോറി, ഈസ് ഓർ എം ഓർ ആർ പ്ലസ് ബീങ് പ്ലസ് V3 ആണ്. അപ്പൊ ഞാൻ നോക്കൂ, എ നോവലിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ഈസ്, നോവൽസ് ആണെങ്കിൽ ഇവിടെ ആറ് അല്ലേ? അതിന്റെ കാര്യം ഈസ് എ നോവൽ ബീങ് റിട്ടൺ ബൈ ഹിം? ഒരു നോവൽ അവനാൽ എഴുതപ്പെടുകയാകുന്നുവോ? പ്രസന്റ് കണ്ടിന്യൂസ് ആയി. ഇനി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് നോക്കൂ. ഹാസ് ഹി റിട്ടൺ എ നോവൽ? അവൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ടോ? ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് പ്രസന്റ് പെർഫെക്റ്റിന്റെ നിയമം. ഇതിന്റെ പാസീവിന്റെ നിയമം എന്താ? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 എന്നാണ്. അപ്പൊ ഇവിടെ എ നോവൽ എന്നുള്ളത് ആയതുകൊണ്ട് ഇവിടെ എ നോവൽ ഹാസ് എ നോവൽ എന്നായി. ഇവിടെ നോവൽസ് ആണെങ്കിലോ ഹാവ് നോവൽസ് എന്നാ വരിക. ഹാവ് നോവൽസ് ബീൻ റിട്ടൺ ബൈ ഹിം? ഒരു നോവൽ അവനാൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? അവൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ടോ? ഒരു നോവൽ അവനാൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? ഇതാണ് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്. ഇനി നമുക്ക് നാലാമത് ഉള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് ഇല്ല. അത് നമ്മൾ എങ്ങനെ എഴുതാം? ആക്റ്റീവില് ഹാസ് ഹി ബീൻ റൈറ്റിംഗ് എ നോവൽ? അതിന് പാസീവ് ഇല്ല, നമ്മൾ അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടും ഇല്ല. അപ്പൊ ഈ മൂന്ന് വാചകങ്ങളും നിങ്ങൾ വീട്ടിലിരുന്ന് നല്ലപോലെ എഴുതി പഠിക്കുക. ഡു യു റൈറ്റ് എ നോവൽ? ഡു യു ബൈ എ കാർ? അങ്ങനെ ഡു യു ബൈ എ കാർ, അല്ലെങ്കിൽ ഡു യു ബൈ എ കാർ, ഡസ് ഹി ബൈ എ കാർ, അങ്ങനെ ഒരു എക്സാമ്പിൾ എഴുതി നിങ്ങൾ സ്വന്തമായിട്ട് ഇത് എഴുതി പഠിച്ചാൽ നിങ്ങൾക്കിത് വളരെ ഉപകാരപ്രദമാവും. ഒരു ബുദ്ധിമുട്ടുമില്ല. അടുത്ത ദിവസം ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പാസ്റ്റിലെ പാസീവ് പഠിപ്പിച്ചു തരാം. സിമ്പിൾ പാസ്റ്റിലെ പാസീവിലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, പാസ്റ്റ് ടെൻസും കഴിഞ്ഞു. പിന്നെ ഫ്യൂച്ചർ ടെൻസ് അടുത്ത ദിവസം പഠിപ്പിച്ചു തരാം, അടുത്ത ക്ലാസ്സിലും പഠിപ്പിച്ചു തരാം. അങ്ങനെ നമുക്ക് പാസീവ് നമുക്ക് നാളെ അടുത്ത 2 ക്ലാസ്സോട് കൂടി പാസീവ് അവസാനിപ്പിക്കാം. ഈ ക്ലാസ് എല്ലാം കേട്ട നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, നല്ലപോലെ പഠിക്കുക, നല്ലൊരു അറിവ് ഇതിലുണ്ടാക്കി തീർക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു.